വിയറ്റ്നാം സീരീസ്. അപ്പോൾ ഫുക്കോക്കിലെ നമ്മുടെ ജേണിയൊക്കെ തീർത്ത് നമ്മളിനി വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ഹനോയിലേക്കാണ് പോകുന്നത്. നമ്മുടെ വിയറ്റ്നാം സീരീസിലെ ലാസ്റ്റ് വ്ളോഗാണിത്. നമുക്ക് രാവിലെ ഒരു 7:30 ഫുക്കോക്കിൽ നിന്ന് ഹനോയിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഹനോയിൽ ഒരു ഏകദേശം 2:30 ആ സമയത്ത് നമ്മൾ എത്തി. ഫുക്കോക്ക് വിയറ്റ്നാമിൻ്റെ സൗത്ത് പാർട്ടും ഹനോയി നോർത്ത് പാർട്ടുമാണ്. ഹനോയി ഫുക്കോക്കിനെ വെച്ച് നോക്കുമ്പോൾ ഡിഫറെൻറ്റ് വൈബ് തന്നെയായിരുന്നു. മൊത്തത്തിലൊരു സിറ്റി അറ്റ്മോസ്ഫിയർ ഒക്കെ നമുക്ക് ഹനോയിലാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. ഹനോയിലെത്തി ഫ്രഷൊക്കെ ആയതിനു ശേഷം വിയറ്റ്നാമിലെ ഏറ്റവും പ്രശസ്തമായ ട്രെയിൻ സ്ട്രീറ്റിലേക്കാണ് പോയത്. വിയറ്റ്നാമിൻ്റെ ഏതൊരു വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന മെയിൻ ഒരു അട്രാക്ഷനാണ് ഈ ട്രെയിൻ സ്ട്രീറ്റ്. ഭയങ്കര കൺജസ്റ്റഡ് ആണ്, അത് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകതയും. രണ്ട് സൈഡിലും കഫേസും റെസ്റ്റോറൻറ്റ്സും ആണ്. ആൾക്കാരത് ഇങ്ങനെ വിളിക്കുന്നുണ്ട് നമ്മളോട് കഫേയിൽ വന്നിരിക്കുക ഫോട്ടോസ് എടുക്കാം ഒക്കെ പറഞ്ഞിട്ട്. ട്രെയിനിൻ്റെ ടൈമിങ്സ് ഒക്കെ അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബിയർ ബോട്ടിലിൻ്റെ അടപ്പ് റെയിൽവേ ട്രാക്കിൽ വെച്ചിട്ട് കിട്ടുന്ന ഒരു സൊവനീർ നമ്മൾ റീൽസിലൊക്കെ മിക്കപ്പോഴും കാണുന്നതാണ്. അത് ഇവിടെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. കഴിവതും രാത്രിയിലാണ് ഈ ട്രെയിൻ സ്ട്രീറ്റിൽ വരാൻ കുറച്ചുകൂടെ നല്ലത്. കാരണം ലൈറ്റും പിന്നെ ലാൻറ്റേൺസ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ വീഡിയോഗ്രാഫിയൊക്കെ ചെയ്യാനായിട്ട്. നേരത്തെ വരാനും നോക്കണം, അല്ലെങ്കിൽ നമുക്ക് മിക്ക കഫേസിലൊക്കെ സീറ്റ് ഫുള്ളായിരിക്കും, ഇരിക്കാനൊന്നും സീറ്റ് കിട്ടില്ല. ട്രെയിൻ വരുന്നതിന് മുന്നേയും അതിന് ശേഷമൊക്കെ ആൾക്കാർ ട്രാക്കിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ മാക്സിമം സേഫ്റ്റി നോക്കിയിട്ട് അവർ ട്രെയിൻ വരാറാവുമ്പോൾ നമ്മളെ നീക്കിയിരുത്തുകയൊക്കെ ചെയ്യും. കാരണം വളരെ ക്ലോസ് ആയിട്ടാണ് ട്രെയിൻ പോകുന്നത്. അങ്ങനെ ട്രെയിൻ സ്ട്രീറ്റിലെ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഹനോയി നൈറ്റ് മാർക്കറ്റിലാണ് പോയത്. ഫുക്കോക്കിൽ നൈറ്റ് മാർക്കറ്റ് നമ്മൾ പോയത് ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടിരുന്നു. അതുപോലെ തന്നെ ഹനോയിലെ ഫേമസ് നൈറ്റ് മാർക്കറ്റാണിത്. ഇവിടെയും വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതിപ്പോൾ വിയറ്റ്നാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ വ്ളോഗിൽ, ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ്, ഫേമസ് ബ്രാൻഡിൻ്റെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഈ ഫുക്കോ നൈറ്റ് മാർക്കറ്റും അതുപോലെ ഹനോയി നൈറ്റ് മാർക്കറ്റൊക്കെ. വളരെ ലക്ഷറി ആയിട്ടുള്ള പെർഫ്യൂംസ്, അതിൻ്റെ പോലെ ലക്ഷറി വാച്ചസ്, അതിൻ്റെയൊക്കെ ചീപ്പ് സാധനങ്ങൾ ഇവിടെയുണ്ട്. ഒരുപാട് ആളുകൾ ഇതൊക്കെ വാങ്ങുന്നുമുണ്ട്. പിന്നെ ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റിയ ആൾക്കാർക്ക് നല്ലൊരു സ്പോട്ട് കൂടിയാണ് ഈ ഒരു നൈറ്റ് മാർക്കറ്റ്. ഫുക്കോക്കി കണ്ട പോലെ തന്നെ പല വെറൈറ്റി ഫുഡ് ഐറ്റംസും ഇവിടെയുണ്ട്. ഞങ്ങൾ കൂടുതൽ ഫുഡ് ഐറ്റംസ് ആണ് ട്രൈ ചെയ്തത്. വേറെ അങ്ങനെ അധികം സാധനങ്ങളൊന്നും മേടിക്കാൻ നിന്നില്ല. ലക്ഷറി ബ്രാൻഡുകളായ ലൂയി വിറ്റോൺ, ഗുച്ചി, അതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ബാഗുകളാണിത്. കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാം. അതിനുശേഷം നമ്മൾ നൈറ്റ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ റൂമിലേക്കാണ് പോയത്. പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഹലോങ് ബേയിലേക്കുള്ള ട്രിപ്പുണ്ട്. നമ്മളൊരു ടൂർ ഏജൻസി ഇവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വിയറ്റ്നാമിലേക്ക് വരുന്നതിന് മുന്നേ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ആ ഏജൻസിയാണ് നമ്മളെ നാളെ ഹലോങ് ബേയിലേക്ക് കൊണ്ടുപോകുന്നത്. രാവിലെ നമ്മുടെ ഹോട്ടലിന് മുന്നേ അവരുടെ ബസ് വരും. ആ ബസ്സിലാണ് നമുക്ക് ഹലോങ് ബേയിലേക്ക് പോകുന്നത്. ഇതാണ് നമ്മുടെ ഗൈഡ്. നല്ലൊരു ആളായിരുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. ഹനോയി ഇന്ന് ഏകദേശം 4 മണിക്കൂർ ഉണ്ട് ഹലോങ് ബേയിലേക്ക്. പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം നിങ്ങളെ. രാവിലെ ആയതുകൊണ്ട് കടകളൊക്കെ ഓപ്പൺ ചെയ്ത് വരുന്നുള്ളൂ. പക്ഷെ റോഡൊക്കെ അത്യാവശ്യം ബിസി ആയിരുന്നു. വിയറ്റ്നാമിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലും 2 വീലേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ട്രാഫിക് റൂൾസിനൊന്നും അത്ര ഒരു പ്രസക്തി ഇല്ല ഇവിടെ. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ റോഡൊക്കെ ക്രോസ് ചെയ്യണം. യാത്രക്കിടയിൽ ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടി നമ്മുടെ ഗൈഡ് ഒരു ഹാൻഡ് ക്രാഫ്റ്റ് ഷോപ്പിൽ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വിയറ്റ്നാമിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസും അതുപോലെ പെയിൻറ്റിങ്സ്, അവർ ചെയ്ത എംബ്രോയിഡറീസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കത് പൈസ കൊടുത്ത് മേടിക്കാം. ഞങ്ങളിവിടെ നിന്ന് 2 ബാഗ് മേടിച്ചിരുന്നു. അതിന് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 2നും കൂടി 3 ലക്ഷം വിയറ്റ്നാം ഡോങ് അടുത്ത് വന്നിരുന്നു. നാട്ടിൽ ഏകദേശം ഒരു 1000 രൂപയുടെ അറേഞ്ച്. ഇവിടെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വിയറ്റ്നാം ഭാഷയിലായതുകൊണ്ട് നമുക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ എടുത്തില്ല അധികം. അതിനുശേഷം ഇനിയും നമുക്ക് ഹലോങ് ബേയിലേക്ക് യാത്രയുണ്ട്. ഹാർബറിൽ ചെന്നിട്ട് അവിടെ നിന്ന് നമ്മളൊരു ക്രൂയിസ് ഷിപ്പിലാണ് പോകുന്നത്. ഹലോങ് ബേയിൽ ഒത്തിരി തിരക്കുണ്ടാവും. അപ്പോൾ നമ്മുടെ ഗൈഡിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിക്കും അതിൻ്റെ മുകളിലൊരു പാവക്കുട്ടീനെയും കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹാർബറിൽ ചെന്ന് കുറച്ച് വെയിറ്റിന് ശേഷം നമ്മുടെ ക്രൂയിസ് ഷിപ്പിലേക്ക് കയറാനുള്ള ടൈമായി. ഹാർബറൊക്കെ അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്, പുതിയതാണെന്ന് തോന്നുന്നു. ഒരുപാട് ഷിപ്പുകളും ചെറിയ ബോട്ടുകൾ അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എപ്പോഴും ഹലോങ് ബേയിലേക്ക് പോകാൻ ഒരു ഷിപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ച് യാത്രയുണ്ട് ഈ ഹാർബറിൽ നിന്ന്. കാഴ്ചയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ എപ്പോഴും ഒരു ക്രൂയിസ് ഷിപ്പ് തന്നെയാണ് നല്ലത്. ഈ കാണുന്നതാണ് നമ്മുടെ ക്രൂയിസ് ഷിപ്പ്. ഡയമണ്ട് എറ ക്രൂയിസ് എന്നാണ് ഇതിൻ്റെ പേര്. അത്യാവശ്യം നല്ലൊരു ക്രൂയിസ് ഷിപ്പായിരുന്നു. കാരണം
മറ്റു ഷിപ്പുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തന്നെ ആയിരുന്നു ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. ഉള്ളിലായാലും ഒരു 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെയുള്ള ഒരു നല്ല ഷിപ്പാണ്. 4 സ്റ്റാർ അല്ല, അത്യാവശ്യം 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളൊരു ഷിപ്പ് തന്നെയായിരുന്നു. ബുഫയൊക്കെ ആണെങ്കിലും നല്ല ഒരു സർവീസായിരുന്നു. ഒരു നല്ല ഹോട്ടലിലെ ബുഫെ പോലെ തന്നെ പലതരം വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും പല ഫുഡ് ഓപ്ഷൻസും ഉണ്ടായിരുന്നു. പിന്നെ സ്വന്തമായി അവർക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ പോലെ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് പേ ചെയ്തിട്ട് മേടിക്കാം ഡ്രിങ്ക്സും ഫുഡും ഒക്കെ. ഇത് നമ്മുടെ ഈ ഒരു ജേർണിയിൽ ഇൻക്ലൂഡഡ് ആണ് ഈ ബുഫെ. നല്ല സർവീസായിരുന്നു ഈ ഒരു ഷിപ്പിൽ. അതുപോലെ തന്നെ ഇവിടുത്തെ ഡൈനിങ് ഏരിയയും ഫുഡ് ഓപ്ഷൻസും ഒക്കെ ആണെങ്കിലും നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തന്നെയായിരുന്നു. എല്ലാവർക്കും ഭക്ഷണമൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു. കാരണം നല്ല രീതിയിൽ അവർ ഫുഡ് തീർന്നു കഴിഞ്ഞാലും പിന്നെയും കൊണ്ട് വെക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കലും എംറ്റി ആക്കി വെക്കുന്നൊന്നുമല്ലായിരുന്നു. ചിക്കൻ സൂപ്പ്, വെജിറ്റേറിയൻ സൂപ്പ്, പിന്നെ എഗ് ഓംലെറ്റ്, ഇതെന്തോ നമ്മുടെ ബിരിയാണി പോലെ ഒരു റൈസാണ്. അതിൽ കുറേ സീ ഫുഡൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കക്ക, അതുപോലെ തന്നെ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള എന്തൊക്കെയോ സീ ഐറ്റംസൊക്കെയാണിത്. അപ്പോൾ അങ്ങനെ ഹലോങ് ബേ നമ്മൾ എത്തി. ഈ കാണുന്നതൊക്കെയാണ് പ്രകൃതിയുടെ അത്ഭുതങ്ങളെന്ന് പറയുന്നത്. ലൈം സ്റ്റോൺ കൊണ്ടുള്ള വലിയ വലിയ മൗണ്ടെയ്ൻസ് ആണിത്. അത് ആയിരക്കണക്കിന് മൗണ്ടെയ്ൻസ് ആണ് ഇതുപോലെ ഈ ഹലോങ് ബേക്ക് ചുറ്റും ഉള്ളത്. ഇതെല്ലാം ലൈം സ്റ്റോൺ മൗണ്ടെയ്ൻസ് ആണ്. ആദ്യം ഹലോങ് ബേയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ചെറിയ ബീച്ച് ഏരിയയിലാണ് പോയത്. കാര്യമായിട്ട് അവിടെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബീച്ച്, അങ്ങനെ ചുറ്റും മൗണ്ടെയ്ൻസ് ഒക്കെ ഉള്ള ഒരു ബീച്ചാണ്. ബീച്ചിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് കല്ലുമ്മക്കായൊക്കെ ഓരോ പാറയുടെ പുറത്തൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ കാണാം. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേൾ ജ്വല്ലറീസൊക്കെ വിൽക്കുന്നതാണ്. പേൾ കൊണ്ടുള്ള ഒരുപാട് മാലയും വളയും ഇയറിങ്സും ഒക്കെ ഇവിടെ ഇങ്ങനെ അവർ വിൽക്കാനും വെച്ചിട്ടുണ്ട്. നല്ല റേറ്റും ഉണ്ട്, കാണാനും നല്ല ഭംഗിയാണ്. ഇവിടെ ഈ പേളിൻ്റെ ഫാം ഉണ്ട് കേട്ടോ. നമ്മൾ ഫുക്കോക്കിൽ പോയപ്പോൾ ഒരു പേൾ ഫാമിൽ പോയിരുന്നു. അതുപോലെ ഇവിടെ വിയറ്റ്നാമിലെ പല സ്ഥലങ്ങളിലും ഈ പേൾ ഫാം ഉണ്ട്. പേൾ ജ്വല്ലറീസ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഐലൻഡിൽ നിന്ന് നേരെ ഇനി പോകുന്നത് വേറൊരു ഐലൻഡിലേക്കാണ്. അവിടെയാണ് ഈ കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ പോകുന്ന വഴിയിൽ നല്ല ഭംഗിയാണ്. കുറേ മൗണ്ടെയ്ൻസ് ഉണ്ട്. ഏകദേശം 1000-ൽ പരം മൗണ്ടെയ്ൻസ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇനി പോകുന്ന ഐലൻഡിൽ കൂടുതലും വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെയാണ് ഉള്ളത്. അവിടെ കയാക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ബാംബു ബോട്ട്സിലുള്ള യാത്രയുണ്ട്, സ്പീഡ് ബോട്ടുകളുണ്ട്. അതൊക്കെ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു ഐലൻഡിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്. സ്വിമ്മിങ് അറിയാവുന്നത്, അതായത് കൂടുതലും വിദേശികളൊക്കെയാണ് ഈ കയാക്കൊക്കെ എടുത്തിട്ട് പോകുന്നത്. ഒരാൾ ഉള്ള കയാക്കുണ്ട്, 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കയാക്കുണ്ട്. പക്ഷെ നമ്മളുടെ ഗ്രൂപ്പിൽ കൂടുതലും ഇന്ത്യൻസ് ആയതുകൊണ്ടും പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഏജൻസി തന്നെ ഒരു ബാംബു ബോട്ട് അറേഞ്ച് ചെയ്ത് തരുവാണ് ചെയ്തത്. അതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള കേവിലൂടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസും ഫോട്ടോയും ഒക്കെ എടുത്ത് ആസ്വദിച്ച് പോകാനായിട്ട് സേഫായിട്ടുള്ളൊരു ഓപ്ഷൻ ബാംബു ബോട്ട് തന്നെയാണ്. കാരണം ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരു കയാക്ക് ഞങ്ങളുടെ ബോട്ടിലിടിച്ച് മറിഞ്ഞായിരുന്നു. അപ്പോൾ അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. കാര്യം ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു സേഫ്റ്റി ഇഷ്യൂ അവിടെ തോന്നിയിരുന്നു. ഇനിയൊരു ടണലിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ ടണൽ എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളെടുത്ത് ഈ തിരമാലകൾ ഇങ്ങനെ വന്ന് അടിച്ചടിച്ച് അങ്ങനെ ഷേപ്പ് വ്യത്യാസം വന്നാണ് ഈ ഒരു ടണൽ ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല ഷേപ്പുകൾ നമുക്ക് ഈ ഒരു ലൈം സ്റ്റോൺ മൗണ്ടെയ്ൻസിൽ കാണാൻ പറ്റും. അതൊക്കെ ഈ തിരമാലകൾ കൊണ്ട് ഫോം ചെയ്തിരിക്കുന്നതാണ്.
ടണലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ നല്ല രസമാണ് അവിടുത്തെ ചുറ്റുമുള്ള ആ ഒരു ഭംഗിയൊക്കെ കാണാനായിട്ട്. ഇരുട്ടിന്ന് വെളിച്ചത്തിലോട്ട് വരുന്നതില്ലേ, അതെടുക്കണം കേട്ടോ. ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ച് ഷിപ്പിലേക്ക് പോവുകയാണ്. ഇനി ഇവിടെ തന്നെ വേറൊരു ഐലൻഡിലേക്കാണ് പോകുന്നത്. ആ ഐലൻഡിലാണ് ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കേവ് ഉണ്ട്. ആ കേവ് ഫോം ചെയ്തിരിക്കുന്നത് തന്നെ ഈ തിരമാലകൾ കൊണ്ടാണ്. വലിയ കേവാണ്. ഇവർ പറയുന്നത് പണ്ട് കാലത്ത് ഫിഷർമാൻസൊക്കെ ഇവിടെ മീൻ പിടിക്കാനൊക്കെ വരുമ്പോൾ അവർ താമസിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു കേവിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ ഉള്ളിൽ ഇവർ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു സിവിലൈസേഷൻ തന്നെ ഉണ്ട്. കാരണം അവർ പ്രേ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന റൂം, അതുപോലെ അവരുടെ ഡൈനിങ് ഏരിയ, ബെഡ്റൂം, അങ്ങനെ ഒരുപാട് കഥകൾ ഇവർ ഈ ഗൈഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ ഓപ്പണിംഗ് ഹവേഴ്സ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ബോർഡാണ്. നമ്മളിനി നടന്നു വേണം കേവിൻ്റെ മുകളിലേക്ക് എത്താനായിട്ട്. അപ്പോൾ എല്ലാവരും ഓരോ ഏജൻസി വഴി വന്ന ആൾക്കാരൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മുകളിലേക്ക് കയറുവാണ്. അപ്പോൾ സ്റ്റെപ്പിൻ്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ തോന്നി. അപ്പോൾ അതൊന്ന് കവർ ചെയ്തതാണ്. നല്ല തിരക്കുണ്ടായിരുന്നു, ഉള്ളിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വലിയൊരു ഗുഹയാണിത്. ആൾക്കാർ ഇതിൽ പല കഥകളും പറയുന്നുണ്ട്. മെയിനായിട്ടും ഈ ഫിഷർമാൻ താമസിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കേവായിട്ടാണ് അത് പറയുന്നത്. അത് പണ്ട് കാലത്ത് മീൻ പിടിക്കാനൊക്കെ വരുമ്പോൾ അവർ കുടുംബസമേതം താമസിച്ചിരുന്നത് ഇവിടെയാണ്. പിന്നെ ഒരുപാട് ഷേപ്പുകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. അതൊക്കെ ഈ തിരമാലകൾ അടിച്ചു വന്നിരിക്കുന്ന ഷേപ്പാണ്. പക്ഷേ ഇവിടത്തെ പഴയ വിശ്വാസങ്ങളും ഒക്കെ കൊണ്ട് ഇവർ പറയുന്നതായിരിക്കാം. പല കഥകളും ഇതിന് പറയുന്നുണ്ട്. ഇവിടെ ഓരോ പില്ലേഴ്സ്, 5 പില്ലറുകൾ എന്തോ ഉണ്ട്. അത് എന്തോ 5 ടൈപ്പ് നരകം പോലെയാണ് അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു കുരങ്ങൻ്റെ ഷേപ്പുള്ള ഒരു ഇതുണ്ട്. അതൊക്കെ ഇവിടുത്തെ ഓരോരോ കഥകളായിട്ടൊക്കെയാണ് പറയുന്നത്. കുറേ കഥകളുണ്ട് ഇവർ പറയുമ്പോൾ. ഇവിടെ ഉള്ളിൽ തന്നെ ഇവർക്ക് വെഡ്ഡിങ് ഹാള് വരെയുണ്ട്. വെഡ്ഡിങ് ഹാള്, അതുപോലെ തന്നെ ലേബർ റൂം, അങ്ങനെ ഒരുപാട് റൂമുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത്രയ്ക്കും വലിയൊരു കേവാണ്. അവർ പറയുമ്പോൾ ഒരു മേ ബി ടൂറിസത്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും പല കഥകളും ഇതിനകത്ത് പറയുന്നുണ്ട്. എന്തായാലും കേവ് ഒരു അടിപൊളി കാഴ്ച തന്നെയാണ്. കാരണം മറ്റ് കഥകളും കാര്യങ്ങളൊന്നും നമുക്ക് അത്ര വിശ്വാസമില്ലെങ്കിൽ പോലും നമ്മുടെ പ്രകൃതി കൊണ്ടുണ്ടാക്കിയ ഒരു അത്ഭുതം എന്ന നിലയിൽ നല്ലൊരു കാഴ്ചയാണ് ഈ കേവ്. നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ ഗൈഡ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാവർക്കും ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കേവിന് ഇവർ പറയുന്ന ചരിത്രം എന്തൊക്കെയാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നമ്മുടെ ഗൈഡ് ഇവിടുത്തെ ഈ ഹലോങ് ബേയിലെ ആളുകൂടിയാണ്. അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു ഇവർ പറയുന്ന ഇവരുടെ വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. So welcome to the second chamber of the surprising cave. This is the chamber that the fishermen use to sleep up to the water level. There's still many over here above us. There's still many water sources above us and below us, like iron, copper, everything. So during the time, they died. Still, maybe some rock are being played over there. In this cave, this is the home of the land god. That's why maybe somebody died there. Two, maybe some god. Here is the home of the land god. That's why it had the red light.
The land god is prayed inside these pillars. Yeah, so that's why it's got the red lights. പിന്നെ ഒരു കാഴ്ച എന്തായിരുന്നു വെച്ചാൽ ഇവിടെ ഒരു ആമയുടെ ഷേപ്പ് പോലെ ഒരു രൂപം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ പൈസ വെച്ചിട്ട് തലോടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നടക്കും എന്നൊക്കെയാണ് ഇവരുടെ ഒരു വിശ്വാസം. നമ്മൾ പൈസയൊന്നും വെച്ചില്ല, ജസ്റ്റ് ഒന്ന് തലോടി. ഏകദേശം 1 മണിക്കൂർ വേണം കേവിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ പുറത്തോട്ട് ഇറങ്ങാനായിട്ട്. എൻട്രിയും എക്സിറ്റും രണ്ടും 2 വഴി കൂടെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ സൺസെറ്റ് ആവാറായിരുന്നു. നല്ല ഭംഗിയായിരുന്നു പുറത്തുള്ള വ്യൂ ഒക്കെ കാണാൻ. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ വൈകുന്നേരം നമ്മൾ ഹനോയിലേക്ക് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള യാത്രയായിരുന്നു. അങ്ങനെ നമ്മുടെ വിയറ്റ്നാം ട്രിപ്പ് ഏകദേശം അവസാനിക്കുകയാണ്. ഫുക്കോ, ഹലോങ് ബേ, ഹനോയ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു. നമുക്കിപ്പോൾ ഓർക്കുമ്പോൾ അതൊക്കെ ഒരു നല്ലൊരു മെമ്മറി ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. നമ്മളെല്ലാം സെൽഫായിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. അതിനെക്കുറിച്ച് ബഡ്ജറ്റ്, അതുപോലെ ബുക്ക് ചെയ്യുന്നത്, ടൂർ ബുക്ക് ചെയ്യുന്നത്, ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത്, അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. ചൂസ്.